ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം 66 സങ്കീർത്തനം അതിൻ്റെ 18 19 വാക്യങ്ങൾ വായിക്കട്ടെ. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എന്നിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനക്കാരനിവിടെ ഒരു വലിയ സത്യം നമ്മളോട് പ്രബോധിപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ നാം അകൃത്യം കരുതുന്നു എങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. അത് ദൈവത്തിൻ്റെ നിയമമാണ്. പ്രാർത്ഥന കേൾക്കാമെന്ന് അവൻ പലയിടങ്ങളിലും നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തപേക്ഷിച്ചാലും എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുവേൻ, അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് വചനപ്രകാരം വചനത്തെ നമ്മൾ അനുസരിക്കുകയും അതിനെ ഹൃദ്യമായിട്ട് കൈക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ആ വചനപ്രകാരം നാം എന്തപേക്ഷിച്ചാലും അത് നമുക്ക് തരാമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. വീണ്ടും യാക്കോബിൻ്റെ ലേഖനത്തിൽ അപ്പസ്തോലൻ പറയുന്നത്, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ശ്രദ്ധയോടുകൂടി ഏകാഗ്ര ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചതിനെ ഉദാഹരിച്ചുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. പലപ്പോഴും തൻ്റെ ജീവിതത്തിൽ നിരാശയും മരണഭീതിയും ഒക്കെ കടന്നു വന്നു ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയി ചൂരച്ചെടിയുടെ തടിൽ കിടന്ന് മരിക്കുവാനായി ഇച്ഛിച്ച ഏലിയാവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കാരണം അവൻ യഹോവ ഭക്തനായിരുന്നു എന്ന് മാത്രമല്ല, അവൻ ശ്രദ്ധയോടുകൂടി ഏകാഗ്ര ഹൃദയത്തോടെ ഏകസത്യ ദൈവമായ യഹോവയിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. വീണ്ടും നാം ആവർത്തന പുസ്തകം 11 അധ്യായത്തിൽ വരുമ്പോൾ അവിടെ കാണുന്നത്, ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ എല്ലാ വഴികളിലും നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ യഹോവ ഈ ജാതികളെയെല്ലാം നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയും. അതായത് അവരുടെ പ്രാർത്ഥന കേൾക്കും, അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് അവരെ വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് പ്രവേശിപ്പിക്കും എന്ന വാഗ്ദത്തം ദൈവം നൽകിയിരിക്കുന്നു. എല്ലാ കാലത്തുമുള്ള ദൈവജനത്തിൽ നിന്നും ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ഏകസത്യ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവനെ മഹത്വപ്പെടുത്തണം, അവന് നമ്മുടെ ജീവിതത്തിൽ മുഖ്യസ്ഥാനം കൊടുക്കണം, അവൻ്റെ വാക്കുകൾ കേൾക്കണം, അവൻ്റെ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം, അവനെ സ്നേഹിക്കണം, അവൻ്റെ വഴികളിൽ നടക്കണം. അങ്ങനെ ചെയ്ത് അകൃത്യം വിട്ടൊഴിഞ്ഞ് അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരായി തീർന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ലെന്ന് ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ രുചിച്ചറിഞ്ഞ് പറഞ്ഞതായി നാം വായിക്കുന്നുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ല. അപ്പോൾ അകൃത്യമില്ലാതെ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവരായി വിശുദ്ധിയോടെ അവൻ്റെ സന്നിധിയിൽ അവൻ്റെ വാഗ്ദത്ത പ്രകാരം ചോദിക്കുമ്പോൾ അവിടുന്ന് കേൾക്കും. ആ ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എന്നിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായ ഏക കാര്യം ദൈവത്തിന് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുക, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിന് നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ദൈവത്തിന് നമ്മോടുള്ള കരുണ, അവൻ്റെ വിശ്വസ്തത, അവൻ്റെ ദയ, അത് മാത്രമാണ്. തൻ്റെ ദയ എന്നിൽ നിന്ന് എടുത്തു കളയാതിരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് നമ്മൾ പറയണം. ആ ദയയ്ക്കായി, കരുണയ്ക്കായി, അവൻ്റെ വിശ്വസ്തതയ്ക്കായി അവനെ സ്തുതിക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്കിടയാകട്ടെ. അതിന് തക്കവണ്ണം അവൻ്റെ വഴികളിൽ നടക്കുവാൻ, അവനോട് ചേർന്നിരിക്കുവാൻ, അവനോട് സ്നേഹിക്കുവാൻ നമുക്ക് തീരുമാനമെടുത്തുകൊണ്ട് ഇന്നത്തെ പകൽക്കാലം മുൻപോട്ട് നയിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്.